ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലം വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി എന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് 6 ഏക്കർ 70 സെന്റ് സ്ഥലം, അതിനകത്ത് നല്ല അടിപൊളി ഒരു 4 ബെഡ്റൂം ഉള്ള ഒരു കിടിലം വീടും വിൽപ്പനയ്ക്കുണ്ട്. ഈ പാർട്ടി ചോദിക്കുന്ന ഏക്കറിന് വെറും 12 ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മളെ ഈ റോഡ് വരുന്ന കണ്ടില്ല, നല്ല ടാറിംഗ് റോഡാണ്. ടാറിംഗ് റോഡിനോട് ചാരി കിടക്കുന്ന പ്ലോട്ടാണ്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലോട്ടോട് വരാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന റോഡിന് താഴെ കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമുക്ക് തോടുണ്ട്, ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലോട്ടിന്റെ ബാലൻസ് ഭാഗം വരുന്നത് നമുക്ക് ഈ റോഡിന്റെ മേലോട്ടാണ് കേട്ടോ. ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും വരാനുള്ള വഴി സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രണ്ടിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഈ റോഡിന് താഴോട്ട് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് റോഡിന് മേലെയാണ് ഫുള്ളായിട്ട് കിടക്കുന്നത് കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി ഒരു കിടിലും തോട് ഒഴുകുന്നുണ്ട് നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ. പിന്നെ ഒരു കിണറുണ്ട് ഇവിടെ, വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു കിടിലൻ കിണറും ഉണ്ട്. നല്ല നിലത്ത് തന്നെ കൈകൊണ്ട് മുക്കിയെടുക്കാൻ പാകത്തിലുള്ള വെള്ളവും സൗകര്യവും ഒക്കെ ഉണ്ട്. പിന്നെ ഇതങ്ങനെ തോട് ഒഴുകുന്നുണ്ട് അതിരുവഴി തോട് ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ഉള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ. റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ നല്ല സ്ഥലം കൂടിയാണ്. അതിന്റെ ബാക്കി വിശേഷങ്ങളും കൂടിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അതിനകത്ത് നല്ല അടിപൊളി ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ, ഒരു 4 ബെഡ്റൂം ഉള്ളത്. മൊത്തത്തിലൊന്ന് കാണിക്കാം. കണ്ടില്ല ഞങ്ങള്, കിട്ടിക്കാച്ചിയായിട്ടൊരു തോടൊഴുകുന്നുണ്ട്. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചു നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു കിടിലം പ്ലോട്ട് തന്നെ കേട്ടോ. വെറും 12 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് ഏക്കറിന്. അതും നെഗോഷ്യബിൾ ആയിട്ടാണ് കൊടുക്കാന്ന് പറഞ്ഞുള്ളത് കേട്ടോ. ഇനി വരെ നമുക്ക് ആ വീടും അതിന്റെ ബാക്കി സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിലൊരു കിട്ടു പ്ലോട്ട് തന്നെയാണ്. ബാ, ഇതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള വീട്. മൊത്തം 4 ബെഡ്റൂം ഉള്ള നല്ലൊരു കിടിലം വീടാണ് കേട്ടോ. അധിക വർഷ കാര്യങ്ങളൊന്നും ആയിട്ടുള്ള പണി കഴിപ്പിച്ചിട്ട് ഇതാണ് ഇപ്പൊ അതിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉള്ള ഒരു വീടാണ്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അതാകണ കിണറുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന്. അപ്പം നമ്മളിപ്പോ തോടിന്റെ ചാരി നമ്മളൊരു കിണർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് ഇപ്പൊ ഈ വീടിന്റെ അടുത്തും കണ്ടില്ല നിങ്ങൾ വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പറ്റാത്ത വെള്ളമുള്ള കിണറാണ്. 365 ദിവസം ഇതാകും ഇതേപോലെ വെള്ളം ഉണ്ടാവും അതിനകത്ത്. പിന്നെ നമുക്ക് പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് തോട്ടിലെ വെള്ളമാണെങ്കിലും കിണറുണ്ട്, കുളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എത്ര റൂമും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ. നമുക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം മേലെ ഫുള്ള് ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. പിന്നെ നമ്മളെ പറമ്പ് വരുന്നതാണ് ഇങ്ങോട്ടാണ്. പറമ്പ് നല്ല കിടിലം പറമ്പാണ്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കൊക്കോ ഉണ്ട്, ജാതി ഉണ്ട്, കുരുമുളക് ഉണ്ട്, ഇന്ന് വേണ്ട എല്ലാ റബ്ബറുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ്. നമുക്ക് ഇതിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് മരത്തിലാണ് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉൾവശത്തോട്ടൊന്ന് പോയി നോക്കുമ്പോൾ കണ്ടില്ല, അത്യാവശ്യം വലിയൊരു ഹാളാണ്. പിന്നെ നിലമൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. ഒരു റൂം ഇവിടെയാണ്, ഒരു റൂം അവിടെയാണ്. പിന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് 2 റൂം ഉള്ളത്. നമുക്ക് ഈ ഒരു റൂം ആദ്യം കാണിച്ചു തരാം. എല്ലാം അത്യാവശ്യം വലിയ റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടൈലൊക്കെ എല്ലാ റൂമിനും ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു റൂമും അതേപോലെ തന്നെ സെയിം റൂം തന്നെയാണ്. ഏകദേശം ഒരേ വലുപ്പമുള്ള റൂമുകളാണ് 2 റൂമുള്ളത്. ഒക്കെ ഒരേ ടൈലും കാര്യങ്ങളൊക്കെയാണ്. 2 റൂമിനും ഒരേപോലത്തെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള റൂം നോക്കാം. ഇതിപ്പോൾ 3ാമത്തെ റൂമാണ്. പിന്നെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹാളിൽ തന്നെ ഉണ്ട്.
ഇതാണ് 4ാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. റൂമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ സെയിം റൂമുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം നമുക്ക് ഈ ഹാളിൽ തന്നെ ഉണ്ട്. അടുക്കള ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടുക്കളയൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ അടുക്കള തന്നെയാണ്. ടൈലൊക്കെ വേറെ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പാചകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റാക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാ അടുപ്പുണ്ട്, ആലുവ അടുപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന് റാക്കും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൂം വീടിൻ്റെ ഇതാണ് വർക്ക് ഏരിയ കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 60 കിലോമീറ്റർ ദൂരം. അതുപോലെ തന്നെ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് പറമ്പിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളൊരു കൃഷിയൊക്കെ ചെയ്യാൻ, അത് കുറച്ച് പശുവിനൊക്കെ വളർത്തിയിട്ട് ജീവിക്കാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെറിയൊരു പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലെങ്കിൽ ചെറിയൊരു മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 പശുവിനൊക്കെ വളർത്താൻ സൗകര്യത്തിനുള്ളൊരു പശുത്തൊഴുത്തും സംഭവങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിലുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു മെഷീൻ പേര ഉണ്ട്. ചെറിയ ഷീറ്റ് അടിക്കാൻ ഏകദേശം ഒരു 100-400 റബ്ബറുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. അപ്പം ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ഒരു മെഷീൻ പേരയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മെഷീനുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. മെഷീനുണ്ട്, ഡിഷുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഉണ്ടല്ലോ മെഷീനും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് തോട്ടത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോരോ ഡീറ്റെയിലുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ആദായത്തിനായിട്ട് ഇതാണ് 100-150ഓളം തെങ്ങുകൾ ഉണ്ട്. അതാണ് ഇതേപോലത്തെ നല്ല അടിപൊളി കിടിലം തെങ്ങുകളുണ്ട്. ഏകദേശം ഒരു 100-150ഓളം തെങ്ങുകളുണ്ട്. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തെങ്ങിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതും വലുതായിട്ടുള്ള ഇതാണ് ഇതേപോലത്തെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കവുങ്ങുകളുണ്ട്. കണ്ടില്ല, അതേപോലെ കവുങ്ങുകൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ. അത്യാവശ്യം നല്ല ആദായം കിട്ടുന്ന നല്ലൊരു കിടിലം സ്ഥലം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കൊക്കോ ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതാണ് കുറേ കാപ്പി തൈകൾ ഉണ്ട്. കാപ്പി ഉണ്ട്, കുരുമുളക് ഉണ്ട്. ഇനി നമുക്ക് റബ്ബർ ഉണ്ട് മേലെ. റബ്ബർ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് കുറച്ച് ഒഴിഞ്ഞ് കിടക്കുന്ന പ്ലോട്ടുകളുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. അതിനകത്ത് നമുക്ക് റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനെ എന്താ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലം കൂടിയാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഈ ഒരു ഭാഗം തെങ്ങാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് മേലോട്ട് ഭാഗങ്ങളിൽ റബ്ബറും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ കാട്ടുമരങ്ങളും അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ കുറച്ച് ഭാഗം ഒരു 100-150ഓളം ഷോർട്ടർ മരത്തിനായതാണ്. പിന്നെ ബാക്കി ബാലൻസ് ഉള്ളത് ഒരു ഫുള്ള് തൈമരങ്ങളാണ്. അല്ല ഇതേപോലത്തെ മരങ്ങളാണ്. ഒരു 100-150ഓളം റബ്ബർ മരങ്ങളുള്ളത്. എല്ലാം 105 ഇനത്തിൽപ്പെട്ട മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ ഈ റബ്ബർ തോട്ടത്തിൽ നിന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് കുറച്ച് ഭാഗം കാലിയായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനെങ്കിലും അതല്ലെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം കൂടിയാണേ. എന്തെങ്കിലും റിസോർട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഭാഗങ്ങളും കൂടി വേറൊരാളെ പ്ലോട്ടുണ്ട്, അത് സെയിലിനുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിരപ്പുള്ള സ്ഥലമാണ് മേലുള്ളത്. നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഇതിനകത്ത് വാഴ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ഒരുവിധം എല്ലാ സ്ഥലത്തും വാഴ ഫുള്ള് നട്ടിട്ടുണ്ട് കേട്ടോ. കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കുറച്ച് ചെരിവുള്ള സ്ഥലങ്ങളാണുള്ളത്. ലെവൽ പ്ലോട്ടല്ല. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി ഭാഗങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് തൈമര റബ്ബറുകളുണ്ട്, അതും കാണിക്കാം. പിന്നെ കൊക്കോ, കുരുമുളക്, അങ്ങനെ കുറേ സംഭവങ്ങളും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇതേപോലെ കൊക്കോ ഉണ്ട്. ഒരുപാട് കൊക്കോ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കൊക്കോ ഉണ്ട്. പിന്നെ ഇതാണ്
കാപ്പി ഉണ്ട്, കാപ്പിയുടെ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ, അതേപോലത്തെ. ഇപ്പം നേരത്തെ നമ്മൾ കുറച്ച് ഷോർട്ടറായ മരങ്ങൾ കണ്ടു. പിന്നെ ഇത് തൈമരങ്ങളാണ് കേട്ടോ. ഒരു വർഷം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. എല്ലാം നല്ല നല്ല എല്ലാം നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. കണ്ടല്ലോ ഞങ്ങൾ ആകെ തകർന്ന് ഇത്ര മാത്രമേ ടാപ്പിങ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് കത്തി വെച്ചിട്ടുള്ളൂ. ഒരു വർഷം മാത്രമേ ഇത് ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഒരു വർഷം അതും ഇതാണ് ഈ എത്രയോ ഒരു ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. റബ്ബറിൻ്റെ ഇടയ്ക്കൊക്കെ ഇതാണ്. പിന്നെ കാപ്പിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പറമ്പിൻ്റെ സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് വീട് ആ കാണുന്നതാണ് വീട്. അത്യാവശ്യം നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു കിടിലൻ പ്ലോട്ടാണ്. പിന്നെ സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പാർട്ടി ചെറിയ റേറ്റൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത്ര റേറ്റ് കമ്മിയിലൊന്നും സ്ഥലങ്ങൾ അധികം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് വരിക, കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വീടും സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഈ ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കിടിലം വീടാണ്. മൊത്തം 4 ബെഡ്റൂമൊക്കെയുള്ള അത്യാവശ്യം നല്ല കിടിലൻ ഒരു വീടും അത്യാവശ്യം നല്ല ആദായങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു കിടിലൻ സ്ഥലം തന്നെയാണ്. പിന്നെ പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സ്ഥലം തന്നെ എന്ന് പറയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.